Once again, welcome back to KCS Classes. KCS ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് 19th സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ 5 സബ്ജക്ട്സിൻ്റെയും ഫസ്റ്റ് സെമസ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ആദ്യത്തെ എക്സാം നമുക്ക് വരുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസിയാണ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഉറപ്പായും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് സിയിൽ എന്തായാലും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ദെൻ നമ്മൾ എല്ലാ എക്സാമിൻ്റെയും തലേ ദിവസം പുതിയൊരു സെഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ലൈവ് സെഷൻ. സോ നാളെ കൃത്യം 8 മണിക്ക് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസി ഇതിൻ്റെ ലൈവ് സെഷൻ കുട്ടികളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എൻറ്റയർ കാര്യങ്ങൾ ആ വീഡിയോസിൽ ഉണ്ടായിരിക്കും. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇന്നാ പിടിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്ന ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് പോളിസിയിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് the business environment. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു essay ആണ്. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അതാണ് ആദ്യം പ്രതീക്ഷിക്കുന്ന essay ചോദ്യം. ദെൻ മൂവിങ് ടു നമ്പർ 2, രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് 3 ടോപ്പിക്സ് ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. വാട്ട് ഈസ് ലിബറലൈസേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, അതല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ, അതല്ലെങ്കിൽ നമുക്ക് ഗ്ലോബലൈസേഷൻ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ്, ഇത്ര കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. റിപ്പീറ്റ് ആണ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്തത് FDA റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. FDA ഇൻ റീറ്റെയിൽ സെക്ടർ ഇൻ ഇന്ത്യ. FDA റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചോദ്യം പ്രതീക്ഷിക്കാം. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ FDA ഇൻ റീറ്റെയിൽ സെക്ടർ ഇൻ ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു രീതിയാണ്. ഈസ് ബൂൺ ഓർ ബെയിൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം ചോദിക്കുക. അപ്പോൾ FDA റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കി വയ്ക്കണം കേട്ടോ. റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ളൊരു ഏരിയ ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 2-3 റെക്കമെൻഡേഷൻസ് റിപ്പോർട്ടുകളുണ്ട്. കസ്തൂരി രംഗൻ റിപ്പോർട്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അതിനെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 വളരെയധികം കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. എൻവയോൺമെൻറ്റ്
Protection Act 1986. Moving to next question, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. യൂണിയൻ ബഡ്ജറ്റിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. സ്ട്രക്ചർ ഓഫ് റവന്യൂ. ഞാൻ ട്രാവൽ ചെയ്യുന്ന കാരണം ശബ്ദം ചെറുതായിട്ടുണ്ടായിരിക്കും കേട്ടോ. സ്ട്രക്ചർ ഓഫ് റവന്യൂ ബഡ്ജറ്റ് and capital budget of the union budget ഓക്കെ. ഇതൊരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നോക്കിയിരിക്കണേ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. നിർബന്ധമായി നോക്കിയിരിക്കണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പ്രൊവിഷൻസ് ഓഫ് Right to Information Act, RTA, Right to Information Act. അത് നോക്കിയിരിക്കണം. നമ്മൾ 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്. ഒന്നുകിൽ പാർട്ട് ബി അല്ലെങ്കിൽ essay. റോൾ പ്ലേഡ് ബൈ നീതി ആയോഗ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ, അതും ചോദിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്. ഇനി എന്താണ്, ഒരു പ്രാവശ്യത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള 1-2 ചോദ്യങ്ങളിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. ചലഞ്ചസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. അത് ചില സമയത്ത് പാർട്ട് ബിയിൽ വരാറുണ്ട്. Challenges in Indian economy after new economic policy. നമ്മളൊരു എന്താണ് പറയുക, ഒറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി ഒരു 2 സജഷനും കൂടിയും തരാണ്. നമുക്ക് 4 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. അതിൽ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് GST. അത് ചില സമയത്ത് പാർട്ട് ബിയിലാണ് ചോദിക്കാറ്. GST എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഞാനത് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പാർട്ട് ബിയിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ് ഒരു ടോപ്പിക്കും കൂടിയും. Contribution by India in the global climate change summit. ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് ചേഞ്ച് സബ്മിറ്റ്. ഓക്കെ, സ്കിപ്പ് ചെയ്യണ്ട, നോക്കി വെച്ചോളൂ. ഒറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് പറയാം. ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ essay ആയിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എൻവയോൺമെൻറ്റ്. രണ്ടാമത് ഞാൻ പറഞ്ഞു ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. ദെൻ FDI റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം essayക്ക് റിപ്പീറ്റ് ആയിട്ട് കാണുന്നതാണ്. ലാസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു റിപ്പോർട്ട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, അതിലേതെങ്കിലും ഒരെണ്ണം എപ്പോഴും വരുന്നതാണ്, നോക്കിയിരിക്കണം. അതുപോലെ തന്നെ റവന്യൂ ബഡ്ജറ്റ് ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ്, യൂണിയൻ
ബജറ്റിൽ അതിൻ്റെ സ്ട്രക്ചർ, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്. ദെൻ RTA, ദെൻ നീതി ആയോഗ് റിപ്പീറ്റാണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ചലഞ്ചസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി ആഫ്റ്റർ ന്യൂ ഇക്കണോമിക് പോളിസി, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ്. ദെൻ GSTയുടെ ഫീച്ചേഴ്സ്, GST എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ ഗ്ലോബൽ വാർമിങ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് സബ്മിറ്റ്, കോൺട്രിബ്യൂഷൻസ് ബൈ ഇന്ത്യ ഇൻ ദി ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് സബ്മിറ്റ്. അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പരമാവധി നിങ്ങൾ ഇതൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക നമുക്കിതിൽ നിന്ന്. പിന്നെ ഒരുപാട് വലിയൊരു സബ്ജക്റ്റാണ്. സോ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിലും ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി പാർട്ട് ബിയും അതുപോലെ തന്നെ പാർട്ട് എയിലും റിപ്പീറ്റായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ആ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. Thank you.